Good morning. In the last class, we have discussed about the pipeline and superscalar operation introduction part. And pipelining is the overlapping of the instruction execution. That is, two or more instructions are executed parallelly. Okay. Then now consider an instruction add R1, R2, R3. Here R1 and R2 are added and the result is stored into the R3 register. Okay. First, the content of R1 and R2 are transferred to the input of ALU. After the add operation is performed, the sum is transferred to R3. The processor can read the next instruction from the memory while the addition operation is being performed. Then, if that instruction also uses ALU, its operands can be transferred to the ALU input at the same time that the result of add instruction is being transferred to R3. In the ideal case, if all instructions are overlapped, the maximum degree of possible execution proceeds at the rate of one instruction completed in each clock cycle. Individual instructions still require several clock cycles to complete. But for the purpose of computing T, the effective value of S is 1. നമ്മൾ പൈപ്പ് ലൈനിങ്ങിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആഡ് ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് R1, R2, R3. ഇവിടെ R1, R2, R3 എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഇവിടെ R1, R2ലെ കണ്ടൻസിനെ ആഡ് ചെയ്തിട്ട് സം R3യിലേക്ക് സ്റ്റോർ ചെയ്യുക. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പൈപ്പ് ലൈനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? R1, R2ലെ എന്താണോ ഡാറ്റയുള്ളത് ആ ഡാറ്റേനെ ALUയിലേക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ R1, R2ലെ ഡാറ്റേനെ എന്ത് ചെയ്യും? ഫസ്റ്റ് ALUയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യലാണ്. അപ്പോൾ ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ് അതിനെ ഫെച്ച് ചെയ്യാം. അപ്പോൾ ഒരേ ടൈം രണ്ട് കാര്യങ്ങൾ നടക്കും. അഡീഷൻ ഓപ്പറേഷനും നടക്കും, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്ന ഓപ്പറേഷനും നടക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷനും ALU ഓപ്പറേഷൻ റിക്വയർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണെന്ന് വിചാരിക്കും. സപ്പോസ് സബ്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യേണ്ടി വരും? ALUവിന് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ആഡ് ചെയ്ത റിസൾട്ടിനെ R3യിലേക്ക് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ആഡ് ചെയ്ത റിസൾട്ട് R3യിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇപ്പോൾ റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ്റെ ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരേ ടൈമിൽ എന്തായി? ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പം എക്സിക്യൂഷൻ സ്പീഡ് എന്താവും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഓരോ സൈക്കിളിൽ ചെയ്യുന്ന ആ ടൈമിൽ എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ടൈം കൊണ്ട് പൈപ്പ് ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട T കമ്പ്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ T കമ്പ്യൂട്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻസ്ട്രക്ഷൻ്റെ എണ്ണമാണ്. അപ്പോൾ ആ എസ്സിൻ്റെ എണ്ണത്തിന് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്തിട്ട് 1ൽ എത്തിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പെർഫോമൻസ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ആ 1ൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. Next, superscalar operation. A higher degree of concurrency can be achieved if multiple instruction pipelines are implemented in the processor. This means that multiple functional units are used, creating parallel paths through which different instructions can be executed in parallel. With such arrangement, it becomes possible to start the execution of several instructions in every clock cycle. This mode of operation is called superscalar execution. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ പൈപ്പ് ലൈൻ ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് മറ്റേ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുമായിരുന്നു. ആ ഒരു സ്റ്റേജ് ആ ഒരു ലെവൽ ഓഫ് ആണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുക, ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ALU ഓപ്പറേഷൻ നടക്കുക, അങ്ങനെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? പൈപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർ സ്കെയിലർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സൂപ്പർ സ്കെയിലാർ ഓപ്പറേഷൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എസിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് ലെസ് ദാൻ 1ലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്ലോക്ക് സൈക്കിളിൽ 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ക്ലോക്ക് സൈക്കിളിൽ ഒന്നിൽ കൂടുതൽ 1നേക്കാളും കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് എസിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 വരുന്നത്. അപ്പോൾ ഏറ്റവും ഇംപ്രൂവ് ആയിട്ടുള്ളൊരു എക്സിക്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ പെർഫോമൻസ് ആയിരിക്കും അങ്ങനൊരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ക്ലോക്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ there are two possibilities for increasing the clock rate are: first, improving the integrated circuit technology makes logic circuit faster, which reduces the time needed to complete a basic step. This allows the clock period P to be reduced and the clock rate R to be increased. Second, reducing the amount of processing done in one basic step also makes it possible to reduce the clock period. However, if the action that are to be performed by an instruction remain the same, the number of basic steps needed may increase. ഇപ്പോൾ നെക്സ്റ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ക്ലോക്ക് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞത്. ക്ലോക്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 പോസിബിലിറ്റീസ് ആണ് ക്ലോക്ക് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ദ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെക്നോളജി, IC ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ അത് നമുക്ക് ലോജിക് സർക്യൂട്ട് ഫാസ്റ്റർ ആക്കാൻ വേണ്ടി പറ്റും IC ടെക്നോളജി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. വിച്ച് റെഡ്യൂസസ് ദ ടൈം നീഡഡ് ടു കംപ്ലീറ്റ് ദ ബേസിക് സ്റ്റെപ്പ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി, ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എത്രയാണോ ടൈം എടുക്കുന്നത് ആ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് പ്രോസസ്സിങ് ഡൺ ഇൻ വൺ ബേസിക് സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് സ്റ്റെപ്പിൽ ചെയ്യുന്ന അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് പോസിബിൾ ടു റെഡ്യൂസ് ദ ക്ലോക്ക് പീരീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൗവർ ഇഫ് ദ ആക്ഷൻ ദാറ്റ് ഹാവ് ടു ബി പെർഫോംഡ് ബൈ എൻ ഇൻസ്ട്രക്ഷൻ റിമെയിൻ ദ സെയിം. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും, ബട്ട് അതിൻ്റെ ക്ലോക്ക് റേറ്റിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ദ നമ്പർ ഓഫ് ബേസിക് സ്റ്റെപ്പ് നീഡഡ് മേ ബി ഇൻക്രീസ്ഡ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബേസിക് സ്റ്റെപ്പ് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. Increases the value of R that are entirely caused by the improvements in IC technology affect all aspects of processor's operation equally with the exception of the time it takes to access the main memory. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് CISC ആൻഡ് RISC ആണ്. ഇതിൽ CISC എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. RISC എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ CISC RISC കമ്പാരിസൺ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒരു ചെറിയ നോട്ടാക്കിയിട്ട് സെൻഡ് ചെയ്ത് തരാം. 2 കമ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ 2 കോളമായിട്ട് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കോളം വൈസ് ആയിട്ട് എഴുതിയിട്ട് അയച്ചാൽ മതി. മാക്സിമം എത്രയോ ഫീച്ചേഴ്സ് കിട്ടുമോ അത്രയും നിങ്ങൾ കളക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ കുറേ പോയിൻറ്റ്സ് എഴുതേണ്ടി വരും. അപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് എഴുതിയിട്ടൊന്ന് അയക്കുക കേട്ടോ. CISC ആൻഡ് RISC കമ്പാരിസൺ. ഓക്കെ. നെക്സ്റ്റ് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പൈലറിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. എ കമ്പൈലർ ട്രാൻസ്ലേറ്റ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു എ സീക്വൻസ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻ. നമുക്കറിയാം കമ്പൈലർ നിങ്ങൾ കൊടുക്കുന്ന സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ടു റെഡ്യൂസ് we need a suitable machine instruction set and a compiler that makes good use of it. അപ്പോൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷീൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് വേണം. അതുപോലെ തന്നെ ഒരു കമ്പൈലർ ഈ സ്യൂട്ടബിൾ മെഷീൻ ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കമ്പൈലർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ് n/s റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഗോൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
എ കമ്പൈലർ മേ നോട്ട് ബി ഡിസൈൻഡ് ഫോർ എ സ്പെസിഫിക് പ്രൊസസ്സർ. ഒരു സ്പെസിഫിക് പ്രൊസസ്സറിന് വേണ്ടിയിട്ടല്ല കമ്പൈലർ ഡിസൈൻ ചെയ്യുന്നത്. ഹൗവർ എ ഹൈ ക്വാളിറ്റി കമ്പൈലർ ഈസ് യൂഷ്വലി ഡിസൈൻഡ് ഫോർ ആൻഡ് വിത്ത് എ സ്പെസിഫിക് പ്രൊസസ്സർ. അങ്ങനെയാണെങ്കിലും എന്തുണ്ടാവും, ഒരു സ്പെസിഫിക് പ്രൊസസ്സറിനും ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കമ്പൈലർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടി പ്രൊസസ്സേഴ്സ് ആൻഡ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. മൾട്ടി പ്രൊസസ്സർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ടാസ്ക് ഇൻ പാരലൽ. മൾട്ടി പ്രൊസസ്സേഴ്സ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊസസ്സേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രൊസസ്സറിനും എന്ത് ചെയ്യാം, പാരലലായിട്ട് ഡിഫറെൻറ്റ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സിക്യൂട്ട് സബ് ടാസ്ക് ഓഫ് എ സിംഗിൾ ലാർജ് ടാസ്ക് ഇൻ പാരലൽ. അപ്പോൾ നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുവാണെങ്കിൽ ആ ടാസ്കിൻ്റെ അകത്തുള്ള സബ് ടാസ്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പാരലലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. All processors have access to all the memory, shared memory, multiprocessors. അപ്പോൾ എല്ലാ പ്രൊസസ്സേഴ്സിനും എല്ലാ മെമ്മറി ഏരിയയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രൊസസ്സേഴ്സിൻ്റെയും മെമ്മറി യൂണിറ്റ്, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇൻ്റർകണക്ഷൻ നെറ്റ്വർക്ക്സ്. മൾട്ടി പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ പെർഫോമൻസ് അവൈലബിൾ ആണ്. ബട്ട് എന്താ, ഇൻക്രീസ്ഡ് കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പം മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും, അത് പാരലലി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദ മൾട്ടിപ്പിൾ processors and memory units, cost is increased because of the need for more complex interconnection networks. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രൊസസ്സർ ഉള്ളതുകൊണ്ടോ മെമ്മറി യൂണിറ്റ്സ് ഉള്ളതുകൊണ്ടോ അല്ല, ഇവർ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ, അതായത് എല്ലാ പ്രൊസസ്സറിനും എല്ലാ മെമ്മറി യൂണിറ്റ്സും ആക്സസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ഇൻ്റർ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ കോംപ്ലക്സ് ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക്സ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് മൾട്ടി കമ്പ്യൂട്ടേഴ്സ് ആണ്. ഈച്ച് കമ്പ്യൂട്ടർ ഓൺലി ഹാവ് ആക്സസ് ടു ഇറ്റ്സ് ഓൺ മെമ്മറി. നേരത്തെ പറഞ്ഞത് മൾട്ടി പ്രൊസസ്സേഴ്സ് ആണ്. മൾട്ടി പ്രൊസസ്സേഴ്സിന് എല്ലാ മെമ്മറിയും ആക്സസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. മൾട്ടി കമ്പ്യൂട്ടേഴ്സ് വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ഓരോ കമ്പ്യൂട്ടറിനും ഇറ്റ്സ് ഓൺ മെമ്മറി മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജ് വയ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, മെസ്സേജ് പാസിംഗ്, മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇവിടെ മൾട്ടി കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജ് വെച്ചിട്ടാണ്. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ മെസ്സേജസ് പാസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവ എന്ത് പറയുന്നുണ്ട്, മെസ്സേജ് പാസിംഗ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ് എന്നും കൂടി പറയുന്നുണ്ട്. മെസ്സേജ് പാസിംഗ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പെർഫോമൻസ് അനാലിസിസ് എന്നുള്ള കേസിൽ പറയുന്നത്. പെർഫോമൻസ് എന്താണെന്ന് പറയണം, പെർഫോമൻസിൻ്റെ ഇക്വേഷൻ പറയണം. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നിനെ എസിനെ അതുപോലെ തന്നെ പിന്നെ ആറിൻ്റെ വാല്യൂസൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതായത് ക്ലോക്ക് റേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കേസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കേസിലും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളായാലാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു എസ്എ ക്വസ്റ്റിനൊക്കെ പെർഫോമൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ.